മിണ്ടിപ്പോരുത്. അടിച്ചോ സൂര്യ? എത്ര വേണമെങ്കിലും അടിച്ചോ. ഞാൻ നിന്റെ ഭാര്യയാകാനുള്ളവളല്ലേ? ഈ പൗരുഷം എനിക്ക് വേണ്ടത്. കാർത്തിക എന്ന കാട്ടുകുതിരയ്ക്ക് കടിഞ്ഞാനിടാനുള്ള കാമ്പും കരുത്തും. ഒരപേക്ഷയുണ്ട്, ഇനി ഇതുപോലെയൊന്നും വിളിച്ചു പറയരുത്. എന്റെ ചെവിക്കല്ലിന്റെ അസ്ഥിവാരം ഇളകി കിടക്കുക, അതുകൊണ്ടാ. ആ അസ്ഥിവാരം തോണ്ടിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഹേ ബേബി, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്കിവിടെ നിന്ന് ഒരു ഡ്യുവറ്റ് ഒക്കെ പാടിയിട്ട് പോവാം. നല്ല അടിപൊളി ലൊക്കേഷനാ. ടാക്സിയെ പറഞ്ഞു വിട്ടേക്ക്. ശരി മാഡം. ഏട്ടാ, എവിടെയായിരുന്നു മോളെ നീ? നീ തടഞ്ഞതുകൊണ്ട് മാത്രമാ, അല്ലെങ്കിൽ കാർത്തിക മോളുടെ മേലെ കൈവച്ചവൻ ഈ ഭൂമിക്ക് മീതെ ഉണ്ടാവുമായിരുന്നില്ല. വേണ്ടാന്ന് നീ പറഞ്ഞതുകൊണ്ടാ പിന്നാലെ അന്വേഷിച്ചു വരാതിരുന്നു. അങ്ങനെയൊന്നും കരുതണ്ട ഏട്ടാ. എന്റെ സൂര്യന്റെ ഒപ്പമല്ലേ ഞാൻ പോയത്. ആളെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ എനിക്ക്. സ്വന്തം കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാൻ ആരുടെയും ശല്യമില്ലാത്തൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ എന്റെ സൂര്യൻ എന്നെ. എന്നിട്ട് സൂര്യന്റെ കല്യാണം കഴിഞ്ഞതായിട്ടാ. കല്യാണം കഴിഞ്ഞെന്നേ ഉള്ളൂ, ഭാര്യ ഇപ്പൊ കൂടെയില്ല. കൂടെ ഇല്ലാന്ന് മാത്രമല്ല, അവളിപ്പോ എവിടെയാന്ന് പോലും അറിയില്ല സൂര്യന്. അവളെ തിരഞ്ഞ് കുറെ നാട്ടിലലഞ്ഞു. ഒടുവിൽ ഇവിടെ എത്തി ഒരു വീടെടുത്ത് താമസിക്കാൻ സൂര്യൻ. ഈ നാട്ടിലാണോ അവന്റെ ഭാര്യ? അതൊന്നും അറിയില്ല. ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സൂര്യന്റെ വിശ്വാസം. ഒരു കാര്യം ഉറപ്പാ, സൂര്യന് ഭാര്യയെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. തിരിച്ചു കിട്ടാൻ പാടില്ല. ഇന്ന് വരെ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നേടിത്തന്നിട്ടുണ്ട് എന്റെ ഏട്ടനും ഡാഡിയും. ആ എന്റെ ഏട്ടന് മുന്നിൽ ഞാൻ ആദ്യമായിട്ടൊരു റിക്വസ്റ്റ് വെക്കുക. എനിക്ക് സൂര്യനെ വേണം. സൂര്യനില്ലാതെ എനിക്ക് പറ്റില്ല ഏട്ടാ. ചത്ത് കളയുക. മോളെ